വലിയ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് നേരെ വന്നപ്പോൾ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞത് വലൗല അൻ തബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല. മുഹമ്മദ് നബിയെ, നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് അല്പമായി ചാഞ്ഞു പോകുമായിരുന്നു, ചെരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ എങ്ങാനും നിന്റെ നിലപാടിൽ ഭയപ്പെട്ടിട്ടോ പ്രലോഭനങ്ങൾ ആഗ്രഹിച്ചിട്ടോ നീ അങ്ങനെ ഒരു നിലപാട് മാറ്റമുണ്ടായാൽ ഇദല്ല അദഖ്നാക ളിഅഫൽ ഹയാതി വദിഅഫൽ മമാത് തുമ്മ ലാ തജിദു ലക അലൈനാ നസ്റ. ഞാൻ ഇഹലോകത്തും പരലോകത്തും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. അതനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും നിന്നെ സഹായിക്കാൻ ഒരു സഹായിയെയും നീ കണ്ടെത്തുകയില്ല എന്ന് ശക്തമായ താക്കീത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, പല സന്ദർഭങ്ങളിലും ആളുകൾ മതം ഉപേക്ഷിച്ചു പോകുന്ന സന്ദർഭങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരായ കുട്ടികൾ പ്രേമിച്ചു കഴിഞ്ഞാൽ അവർ പ്രേമിച്ചത് ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയെയാണെങ്കിൽ തൽക്കാലം മറ്റൊരു മതം സ്വീകരിക്കേണ്ടി വന്നാലും എൻ്റെ ആഗ്രഹവും എൻ്റെ താല്പര്യവും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് ചിന്തിച്ച് മതം വിട്ടു പോകുന്നവരുണ്ട്. ചില സന്ദർഭങ്ങളിലെല്ലാം ഭൗതികമായ മോഹങ്ങളോ ആഗ്രഹങ്ങളോ സ്ഥാനമാനങ്ങളോ സമ്പത്തൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ടായിരിക്കും. ഇത് പുതിയൊരു സംഭവം ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സാമൂഹിക അംഗീകാരമുള്ള നല്ല സാമ്പത്തിക നിലവാരമുള്ള സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന അയാൾ എവിടെയാണോ നിൽക്കുന്നത് അയാളോടൊപ്പം ചെല്ലാൻ നൂറുകണക്കിന് ആളുകൾ പിറകിലുള്ള ഒരു നേതാവായിരുന്നു വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ഒരു മഹാകവി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. സൂറത്ത് ഗാഫിറിലെ ചില വചനങ്ങൾ നബി അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒന്നും കൂടി പ്രവാചകൻ. വീണ്ടും വീണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്തു കൊടുത്തു. അങ്ങനെ പാരായണം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അവിശ്വാസിയാണ്, അവിടുത്തെ കാഫിറുകളുടെ നേതാവാണ്, എല്ലാ അർത്ഥത്തിലും അവരുടെ ജനാംഗീകാരമുള്ള അവിടുത്തെ ഒരു മഹാത്മാവാണ്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഖദ് സമിഅ്തു മിൻഹു കലാമൻ മാ ഹുവ മിൻ കലാമിൽ ഇൻസ് വലാ മിൻ കലാമിൽ ജിൻ. ഞാനൊരു വാക്ക് കേട്ടു, അത് മനുഷ്യന്റെ വാക്കുകളല്ല, ജിന്നിന്റെ വാക്കുകളുമല്ല. വ ഇന്ന ലഹു ലഹലാവ, അതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. അതുകൊണ്ടല്ലേ അയാൾ ആവർത്തിച്ച് ഓദിപ്പിച്ചത്. വ ഇന്ന അലൈഹി ലത്വലാവ, അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. വ ഇന്ന അഅലാഹു ലമുസ്മിർ, അതിൻ്റെ മുകൾ അത് ഏറ്റവും ഫലഭൂയിഷ്ടമാകുന്നു. അതേപോലെ തന്നെ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിക്, അതിൻ്റെ അടിഭാഗം അത് ഏറ്റവും അധികം സുഭിക്ഷമാകുന്നു എന്നാണ്. വ ഇന്നഹു ലയഅലു വലാ യുഅലാ അലൈഹി, അത് ഉയരുക തന്നെ ചെയ്യും, അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മേൽ വിജയിക്കുവാൻ മറ്റൊന്നിനുമാവില്ല. അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണിത് പറയുന്നത്. എന്നിട്ട് ബശർ, ഇതൊന്നും ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന വാക്കുകളല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോ അവിടുത്തെ ഖുറൈശികൾ പറഞ്ഞു, വലീദ് മതം മാറിയിരിക്കുന്നു എന്നാണ്. വലീദ് മതം മാറിയിരിക്കുന്നു, എന്തോ പ്രലോഭനം വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും മതം മാറിയത്. അബൂജഹൽ പറഞ്ഞു, അവനൊക്കെ ഞാൻ ശരിയാക്കിക്കോളാ എന്നാണ്, ഞാൻ മതി അവനെ ശരിയാക്കാൻ. അന അക്ഫീകുമൂഹു, അവന്റെ കാര്യത്തിന് ഞാൻ മതി നിങ്ങൾക്ക് എന്നാണ്. അങ്ങനെ അബൂജഹൽ ഭയങ്കരമായ ദുഃഖം അഭിനയിച്ചുകൊണ്ട് ആരുടെ മുന്നിലെത്തി? വലീദിന്റെ മുന്നിലെത്തി. അപ്പൊ വലീദ് ചോദിച്ചു, മാലി അറാക ഹസീനൻ, എന്താ നിങ്ങളെ ഞാൻ ദുഃഖിതനായി കാണുന്നുവല്ലോ എന്നാണ്. അപ്പൊ പറഞ്ഞു, വമാലീല അഹ്സൻ, ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? വഹാദിഹി ഖുറൈശ് യജ്മഊന ലക നഫഖതൻ യുഈനൂനക ബിഹാ അലാ കിബരി സിന്നിക, വയസ്സായതല്ലേ നിനക്ക്, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്തുന്നുണ്ട് ഇവിടെ നാട്ടിൽ, എല്ലാവരും പാടെ കൂടിയിട്ട് എന്നാണ്, നിനക്ക് കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുവാനും പ്രകോപിപ്പിക്കുവാനും വേണ്ടി പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും അതേപോലെ തന്നെ അബൂബക്കറിന്റെയും അടുക്കലേക്ക് നീ ചെല്ലുന്നുണ്ട്. അവർ തിന്ന് അവശേഷിപ്പിച്ച ഭക്ഷണം കഴിക്കാൻ നീ അവരുടെ അടുക്കലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു എന്നാണ്. അയാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ അയാൾക്ക് ബോധ്യപ്പെട്ട കാര്യം അവരോട് പറയുന്നുണ്ട്, എനിക്ക് മുഹമ്മദിനോടൊന്നും താല്പര്യമില്ല, പക്ഷേ അൻതും തഅരിഫൂന ഖദറ മാലി,
എനിക്ക് എവിടെ നിന്നാ പൈസ ആവശ്യം? എൻ്റെ അടുത്തുള്ള പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. വല്ലാത്ത വൽ ഉസ്സ മാ ബി ഹാജ ഇലാ ദാലിക്. ലാത്തയും ഉസ്സയുമാണ് സത്യം, എനിക്കാരുടെയും ഔദാര്യത്തിന്റെ ഒരു ആവശ്യവുമില്ല. വ ഇന്നമാ അൻതും തസ്ഉമൂന അന്ന മുഹമ്മദൻ മജ്നൂൻ. നിങ്ങൾ വാദിക്കുന്നത് മുഹമ്മദ് ഒരു ഭ്രാന്തനാണെന്നല്ലേ. ഫഹൽ റഅയ്തുമൂഹു ഖത്തു യഖ്ലുഖു. എന്തെങ്കിലും ഭ്രാന്ത് അദ്ദേഹത്തിന് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവരോട്. അവർ പറഞ്ഞു ലാ വല്ലാഹി ഞങ്ങൾ കണ്ടിട്ടില്ല. വതസ്ഉമൂന അന്നഹു ശാഇർ. മുഹമ്മദ് ഒരു കവിയാണെന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. ഫഹൽ റഅയ്തുമൂഹു നതഖ ബിശഇരിൻ ഖത്ത്. വല്ല കവിതയും അയാൾ ചൊല്ലിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോഴും പറഞ്ഞു ലാ വല്ലാഹി, അല്ലാഹുവാണേ അദ്ദേഹം ഒരു കവിതയും ചൊല്ലിയിട്ടില്ല. അദ്ദേഹം കള്ളനാണ്, കളവ് പറയുന്നവനാണെന്ന് പറയുന്നു. എന്നാൽ ഫഹൽ ജറബ്തും അലൈഹി കദിബ. വല്ല കളവും അയാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോഴൊക്കെ അവർ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചു. അത് വിശുദ്ധ ഖുർആൻ എത്ര ഭംഗിയായിട്ടാ പറയുന്നത് നോക്ക് നിങ്ങൾ. വഇന്നഹു ഫക്കറ വഖദ്ദറ. അവനൊന്ന് ആലോചിച്ചു, എന്നിട്ടൊന്ന് തീരുമാനിച്ചുറപ്പിച്ച് കണക്ക് കൂട്ടി അവൻ പറഞ്ഞു. എന്താണ്? ബോധ്യപ്പെട്ട ഒരു സത്യത്തിൽ നിൽക്കണോ മാറ്റി പറയണോ? കുറച്ചേരം ഒന്നും ഇങ്ങനെ ആലോചിച്ചു. ഫഖുത്തില കൈഫ ഖദ്ദർ. എന്താണ് അവൻ തീരുമാനിച്ചു പറഞ്ഞത്, കണക്കാക്കി പറഞ്ഞത്? അവൻ കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ. 2 വട്ടാണ് പടച്ചോൻ പറഞ്ഞത്. തുമ്മ ഖുത്തില കൈഫ ഖദ്ദർ. അവൻ കൊല്ലപ്പെടട്ടെ. അത് എന്താണ് അവൻ, എങ്ങനെയാണ് അവൻ കണക്കാക്കി പറഞ്ഞത്? തുമ്മ നദറ. പിന്നെ അവനൊന്ന് നോക്കി. എന്താ നോട്ടം? ഞാൻ മാറണോ മാറണ്ടേ? അതാണ് നോട്ടം. എൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ട ഈ ഖുർആന് ഞാൻ കീഴടങ്ങണോ കീഴടങ്ങണ്ടേ? ഒന്നിങ്ങനെ നോക്കി. സുമ്മ അബസ വബസ. പിന്നെ അവൻ മുഖം ചുളിച്ചു, അവന്റെ മുഖം കറുത്തു. സുമ്മ അദ്ബറ വസ്തക്ബർ. പിന്നെ അവൻ തിരിച്ചുപോയി, അവൻ അഹങ്കരിച്ചു. ആ സത്യത്തിൽ നിൽക്കേണ്ട ഈ ഖുറൈശികളുടെ അവിശ്വാസത്തിൽ തന്നെ തുടരാമെന്നാണ്. അപ്പൊ ഇനി ഒന്ന് മാറ്റി പറയണ്ടേ? ഖുർആൻ എന്താണെന്നാ പറഞ്ഞത്? മനുഷ്യവചനമല്ലെന്നൊക്കെ പറഞ്ഞ പ്രസ്താവന അയാൾ തിരുത്താണ്. പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇതൊരു മാരണമാണ്. അതേപോലെ തന്നെ ഇത് മനുഷ്യന്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല എന്നവൻ മാറ്റി പറയുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, ഈ ചരിത്രം വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു ആശയമാണ്. ഇത് പറയാൻ കാരണം നമുക്കെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ ചില താല്പര്യങ്ങളോ, പക്ഷെ ശരിക്കും തൗഹീദ് മനസ്സിലായിട്ടും ദീന് മനസ്സിലായിട്ടും തീരുമാനമെടുത്ത് ഞാൻ ശരിയായൊരു ദീനിന്റെ വക്താവാണെന്ന് നാട്ടിൽ പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, എന്തെങ്കിലും നിലക്ക് സാമൂഹിക അംഗീകാരത്തിന് വേണ്ടി ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും കാര്യങ്ങളിൽ പോയി പങ്കാളികളാകുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടിൽ സഹോദരങ്ങൾ ഒരു മാറ്റവും നമുക്ക് വരാൻ പാടില്ല. അവിടെ നമ്മൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആശയക്കുഴപ്പമുണ്ടായി വിചാരിക്കും. ഏതെങ്കിലും യുക്തിവാദികളോ നിരീശ്വരവാദികളോ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു സംശയം വന്നു. എന്തിപ്പോൾ ഇതൊക്കെ ശരി തന്നെയല്ലേ? അതിന് നമുക്ക് പരിഹാരമുണ്ട്. എന്താ അറിയും? അത് നമുക്ക് അറിവില്ലാത്തോട് തോന്നുന്നുണ്ട്. കാരണം ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ വിവരമുള്ളവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ വിവരമുള്ളവരുടെ അടുക്കലെത്തി സംശയം തീർത്താൽ അത് തീരും. നമുക്ക് ആ സത്യത്തിന് നിൽക്കാൻ പറ്റും. എന്നാൽ സുഹൃത്തുക്കളെ, ബോധ്യപ്പെട്ടിട്ടും അപ്പുറത്തേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സത്യതയുടെ കാര്യത്തിൽ ഒരാളും സംശയിക്കേണ്ട കാര്യമില്ല. കാരണം പടച്ചോൻ ഖുർആനിൽ ഒരു വെല്ലുവിളിയോടെ പറഞ്ഞത്, ആർക്കെങ്കിലുമൊക്കെ ഒരു ആശയക്കുഴപ്പം മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ പടച്ചോൻ തന്നെ പറഞ്ഞതാണ്, അഫല യതദബ്ബറുൽ ഖുർആൻ. നിങ്ങൾ ഖുർആനെ കുറിച്ചൊന്ന് ചിന്തിച്ച് ശരിക്കൊന്ന് പഠിച്ചു നോക്കി ഖുർആനെ കുറിച്ചിട്ട്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അത് അള്ളാഹിനെ എടുക്കുന്നല്ലെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുന്നു. ഖുർആന്റെ ആയത്തുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമില്ല എന്നത് മാത്രമല്ല സുഹൃത്തുക്കൾ, മറിച്ച് 1400 കൊല്ലമായിട്ട് മനുഷ്യന്മാർ ഇതിനനുസരിച്ച് ജീവിക്കാൻ എന്തെല്ലാം സത്യങ്ങളും അസത്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ലോകത്ത് തെളിയിക്കപ്പെട്ട ഒരു ധാർമ്മികത, ഒരു സത്യം, ഒരു ശരിയായ ആശയം, അതിന് ഖുർആനിലെ 6000 ചില്ലാനം വചനങ്ങൾ ഒരു വചനം എതിരാകണില്ല എന്നാണ്. ആലോചിച്ച് നോക്കുന്നു, ലോകത്ത് ആർക്കെങ്കിലും ഉന്നയിക്കാൻ പറ്റും സമൂഹമെല്ലാം അംഗീകരിക്കുന്ന ഒരു നന്മയുടെ മൂല്യത്തിന് ഖുർആൻ എതിരാണ് എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടു? അത് അഭിപ്രായപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഏത് കാലത്തും ധാർമ്മികമായ മതപരമായ മൂല്യങ്ങൾ അതെന്നും മൂല്യങ്ങളായി നിലനിൽക്കാൻ കാരണം എല്ലാ ഇസങ്ങളും മാറ്റി തിരുത്തപ്പെട്ടപ്പോൾ, എല്ലാവരും തങ്ങളുടെ തത്വശാസ്ത്രങ്ങളിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ
ഇസ്ലാമിന് ആ ഒരു ഗതികേട് വരാതിരിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ അടുക്കുന്ന വന്നതാണ്. അല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത, ഒരു ഗ്രന്ഥം പോലും വായിച്ചിട്ടില്ലാത്ത മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആശയങ്ങളെല്ലാം ദൈവികമാണ്, അള്ളാഹ് കൊടുക്കുന്ന വഹിയാണ്. അത് ഏത് കാലത്തെയും അതിജീവിക്കും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വസ്വാസം ഉണ്ടാക്കുമ്പോഴേക്കും അതിൽ പോകേണ്ട ഒരു കാര്യം നമുക്കില്ല. എൻ്റെ സുഹൃത്തുക്കളെ, അടുത്ത കാലത്ത് നമ്മൾ കാണുന്നൊരു പ്രവണതയാണെന്ന് ആളുകളൊക്കെ നിസ്സാരമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ്, ദീനെ തള്ളിപ്പറഞ്ഞ് നിലപാടുകൾ മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടു. അങ്ങനത്തെ ആളുകൾ ആരാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, നമ്മൾ ബോധ്യപ്പെട്ട ഒരു സത്യത്തിൽ നിന്ന് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നിലപാട് മാറ്റി പറഞ്ഞാൽ നമ്മൾ പിന്നെ മരിച്ചമായ നമ്മളെ പിന്നെ ആർക്കും ഒരു വില ഉണ്ടാവും. വില കിട്ടാനാണ് അത്തരം ആളുകൾ ഇസ്ലാമിൻ്റെ വൃത്തങ്ങളിൽ നിന്നും പുറത്തു പോകണതെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് അവർക്കൊരു നിലവാരമുണ്ടാവും. കാരണം ഇതിനേക്കാളും വലിയൊരു സത്യം അപ്പുറത്തില്ലല്ലോ. ഇത് ബോധ്യപ്പെട്ട ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു സത്യത്തിന് വേണ്ടിയല്ല സുഹൃത്തുക്കളെ, അത് നിസ്സാരമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഏത് മുസ്ലിമിനാണ് മനസ്സിലാവാത്തത്? നമ്മളെല്ലാവരും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ഇതിനേക്കാളും വലിയൊരു ശരിയില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അയാൾ വേറൊരു സത്യം അന്വേഷിച്ചല്ലല്ലോ പോകുന്നത്. പിന്നെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്കൊരു മതിപ്പുണ്ടാവും, മക്കൾക്കൊരു മതിപ്പുണ്ടാവും, ആർക്കെങ്കിലും മതിപ്പുണ്ടാവും. നമ്മൾ വിശ്വസിച്ചൊരു മൂല്യത്തിൽ നിന്ന് പോവുക. പിന്നെ ഇതിന് പോയി വിചാരിക്കാം, പോയോടത്ത് ആർക്കെങ്കിലും നിലനിൽക്കാൻ പറ്റുമോ സുഹൃത്തുക്കൾ? നിലനിൽക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ചെല്ലുമ്പോൾ അവർക്കറിയാം ഇത് ഞങ്ങളെ അംഗീകരിച്ചിട്ടോ ഞങ്ങളിത് ശരിയാണെന്നോ വിചാരിച്ചിട്ട് വരുന്നതല്ല, മറിച്ച് ഞങ്ങളെടുത്തു നിന്ന് എന്തെങ്കിലും ചെറിയ ലാഭങ്ങൾ കിട്ടാൻ വരികയാണെന്ന് അവർക്കറിയാം. അതിനുള്ള വിലയെ സഹോദരങ്ങളെ പോയോടത്തുണ്ടാവും. നമ്മളൊരു ശരിയിൽ നിലകൊള്ളാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെന്താ പറയുക, പോയവരൊക്കെ ഒറ്റുകാരാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഒരാൾ ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചതേ നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. നബിൻ്റെ കാലത്തൊരു ക്രിസ്ത്യാനി മുസ്ലിം ആയതിനെക്കുറിച്ച് പറയുന്നു. കാന റജുലുൻ നസറാനി, നസറാനിയായ ഒരു മനുഷ്യൻ അസ്ലമ, അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ഖറഅൽ ബഖറ വ ആലിംറാൻ, ആലിംറാനും അൽ ബഖറ സൂറത്തൊക്കെ അയാൾ ഓതി കേട്ടു. ഫകാന യക്തുബുൽ നബി, അദ്ദേഹം എഴുത്തും വായന അറിയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നബിക്ക് വേണ്ടി അയാൾ എഴുതാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നസറാനിയൻ, പിന്നെ അയാൾ വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ പോയി. ഫകാന യഖൂലു, എന്നിട്ട് അവിടെ പോയിട്ട് എന്താ പണിയെടുത്ത നിങ്ങൾ ഇസ്ലാമിൻ്റെ ഉള്ളൊക്കെ കണ്ടു വരികയാണ് എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന എന്തും അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുമല്ലോ. അപ്പോൾ എന്ത് നുണയും പറയാൻ അയാൾ അതൊരു വഴിയായി സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ യദ്രി മുഹമ്മദ് ഇല്ല മകതബ്തുലു, മുഹമ്മദിനൊന്നും അറിയില്ല. മുഹമ്മദിന് ചെറുതൊക്കെ നമ്മളെ ഗ്രന്ഥങ്ങൾ നോക്കി എഴുതി കൊടുത്തിരുന്നു, അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയണേ എന്ന് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ ഫഅമാതഹുല്ലാ, അങ്ങനെ അയാൾ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. ഫദഫനൂഹു, അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, മറവ് ചെയ്യുകയും ചെയ്തു എന്ന് കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. ഈ സംഭവം എന്തിനാ പറഞ്ഞ നിങ്ങൾ, ഈ ഒറ്റിക്കൊടുക്കുക ഇസ്ലാമിൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെയാണ്. ഇപ്പം അടുത്ത കാലത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളൊക്കെ ഏറ്റവും അധികം വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന ആശയങ്ങൾ. വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരാ പറയേണ്ടത് സുഹൃത്തുക്കളെ? ഖുർആനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഒന്നാമത്തത് ഖുർആൻ തന്നെയല്ലേ പറയുന്നത്. അതായത് നല്ലത് ചെയ്താൽ അവരൊക്കെ സ്വർഗത്തിലാണ്. അങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, നല്ലത് ചെയ്താൽ അവരൊക്കെ സ്വർഗത്തിലാണ്. 49% തിന്മയും 51% നന്മയാണെങ്കിൽ അവ സ്വർഗത്തിൽ പോകുന്നതാണ്. ഈ നന്മയും തിന്മയും എങ്ങനെയാണ് സുഹൃത്തുക്കളെ കണക്കാക്കുന്നത്? ഒന്ന്, പറയാൻ ഒരു മടിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സത്യസന്ധമായി പറയുന്ന വ്യക്തമായ ഒരു ആശയത്തിൽ നിന്ന് നിലനിൽക്കുമ്പോൾ പിന്നെ എനിക്കിങ്ങനെയാണ് മനസ്സിലായത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പച്ചയായി പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് എനിക്കിങ്ങനെ മനസ്സിലായത്, അങ്ങനെ മനസ്സിലാകാൻ പറ്റൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനത് സ്വീകരിക്കൂല. പടച്ചോൻ പറയാം, ഇസ്ലാം അല്ലാത്തൊരു മതം ഒരാൾ സ്വീകരിച്ചാൽ അവൻ ഒരിക്കലും രക്ഷപ്പെടൂല, അവൻ സ്വർഗത്തിൽ വരില്ലെന്ന് പച്ചയായിട്ട് ഖുർആൻ പറയുമ്പോൾ ഞാൻ ഇസ്ലാം പഠിച്ചു, ഞാൻ ഇസ്ലാം മനസ്സിലാക്കി, എനിക്കങ്ങനെ മനസ്സിലാവില്ല, അങ്ങനെ മനസ്സിലാൻ പറ്റൂ? വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ആധികാരികമായ ഒന്നാമത്തെ പ്രമാണമല്ല. അതിൽ ഇസ്ലാം അല്ലാത്ത ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സുഹൃത്തുക്കളെ പകരൊരു വ്യാഖ്യാനം, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയാൻ നമുക്കെന്ത് അധികാരം?
ഇസ്ലാമിനെ സ്വീകരിക്കാത്ത ആളുകൾ പരലോകത്ത് നഷ്ടത്തിലായിരിക്കുന്നു. അള്ളാഹു സൂറത്ത് ആലിമ്രാനിലെ 85-ാമത്തെ ആയത്തിൽ ഒരു വ്യാഖ്യാനവും വിശദീകരണം വേണ്ടാത്ത രൂപത്തിൽ പറയാം. എന്നിട്ട് ആ ആയത്ത് പച്ചയായി നിൽക്കുമ്പോൾ നമ്മൾ പറയാം, എനിക്ക് മനസ്സിലാകുന്നത് നല്ലത് ആര് ചെയ്താലും ഒരു ഇസ്ലാം ഒന്നും ആയിക്കോളുന്നില്ല, അവർ സ്വർഗത്തിൽ പോകും. സുഹൃത്തുക്കൾ ആലോചിച്ചു, ആർക്ക് വേണ്ടിയാണ് പറയണത്, എന്തിനു വേണ്ടിയാണ് പറയണത്? നമ്മൾ ആലോചിക്കണം. ഇതെന്താ അറിയോ, ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു മതത്തിനെതിരെ, അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ, അതിൻ്റെ വിശ്വാസത്തിനെതിരെ പറയുമ്പോൾ അത് നമ്മൾ എന്തായിരുന്നാലും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ നന്മ, ഒരാളൊരു നല്ലത് ചെയ്തു സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ 3 നിബന്ധന ഉണ്ട്. ഒന്നെന്താ അറിയോ, വമൻ അറാദൽ ആഖിറ, ഒന്ന് ഈ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കണം. സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് സ്വർഗം നൽകാതിരിക്കുന്നതിൽ എന്തെങ്കിലും അനീതിയുണ്ടോ സുഹൃത്തുക്കളെ? അയാൾ രക്തസാക്ഷിയാകുമ്പോൾ പോലും അയാൾ ആഗ്രഹിക്കണില്ല എന്ത്, മരിച്ച എനിക്കൊരു സ്വർഗം കിട്ടുന്ന ആഗ്രഹിക്കണില്ല. സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കാത്ത, മാത്രമല്ല അവർക്കൊക്കെ അവരുടേതായ വിശ്വാസമുണ്ട്, അതിന് അവരുടേതായ മോക്ഷത്തെക്കുറിച്ച് അവരാഗ്രഹിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നതും അവർ വിശ്വസിക്കുന്നതും അവർക്ക് കിട്ടട്ടെ എന്നല്ലേ പറയേണ്ടത്. മറിച്ച് സുഹൃത്തുക്കൾ, അതിന് അപ്പുറത്തേക്ക് അവരെന്ത് വിശ്വസിച്ചാലും എന്താണ് അവർക്ക് നൽകേണ്ടത്? നമ്മളൊക്കെ വിശ്വസിക്കുന്ന അതേ വിശ്വാസവും സ്വർഗമാണ് എന്ന് പറയുന്നതിന് എന്ത് ന്യായം? ഒന്ന് വിശ്വാസമാണ്. രണ്ടാമത്തത് എന്താണ്? വസഅലഹ സഅയഹ, എന്തേലും ചെയ്താൽ പോരാ. വസഅലഹ സഅയഹ, ആ സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണോ അള്ളാഹ് പറഞ്ഞത് അതന്നെ ചെയ്യണം. അപ്പൊ നിസ്കരിക്കാത്ത ഒരാൾക്ക് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ വേണ്ടി എല്ലാവരോടും നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ നിസ്കരിക്കാത്ത ഒരാൾക്ക് സ്വർഗം കിട്ടും സുഹൃത്തുക്കളെ? ഇതൊക്കെ ഒരു വളരെ പ്രാഥമികമായി ഒരു 3-ാം ക്ലാസ്സിൽ പോലും ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയുന്നൊരു കാര്യമില്ല. നിസ്കരിക്കണോനെ സ്വർഗം കിട്ടുള്ളൂ. വലിയ ഗവേഷണവും വലിയ പഠനമൊക്കെ ഖുർആനിൽ നടത്തേണ്ട ആവശ്യമുണ്ട് സുഹൃത്തുക്കളെ. അത് പിന്നെ മാത്രമല്ല, വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കണം. വിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ഇനി അതൊന്നല്ല, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. സൽക്കർമ്മത്തിൽ വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്ക് മാത്രമല്ല, ഇനിയോ നരകം ഉണ്ട് എന്ന് പറഞ്ഞ ആർക്കാണ് നിങ്ങൾ? ഇന്നഹു മയ്യുശ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അതൊരു ബഹുദൈവത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ സ്വർഗം അള്ളാഹു ഹറാമാക്കി. ബഹുദൈവത്തിൽ വിശ്വസിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗം ഹറാമാണ്. വമഅവാഹുന്നാർ, അവൻ നരകത്തിലായിരിക്കും. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിയായിട്ട് ആരുമില്ല. സുഹൃത്തുക്കളെ, ഇത് ഇവിടെ അവസാനിക്കണില്ല. അതായത് വിശുദ്ധ ഖുർആൻ 1400 കൊല്ലമായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറബി നന്നായി അറിയുന്ന, ഇസ്ലാമിൻ്റെ എല്ലാ പ്രമാണങ്ങളും അറിയുന്ന ആളുകൾ, ഈ ലോക വ്യാഖ്യാതാക്കളും മുഫസ്സിരീങ്ങളും ഒന്നും ഒരിക്കൽ പോലും പറയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ പേരിലും പറയാൻ തുടങ്ങി. എന്താ? ഖുർആനിൽ സ്വന്തം ഗവേഷണം. ഇപ്പം എന്താ? ബലിക്ക് പകരം ബലി കൊടുക്കണം. ബലിക്ക് മൃഗങ്ങളെ അറുക്കുന്നത് ഭയങ്കര പാപാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ മൃഗങ്ങളെ അറുക്കുന്നത് പാപാണെന്ന്. സുഹൃത്തുക്കൾ, ആരവിടെ ജീവനുള്ളതിനെ തിന്നാത്ത ആൾക്കാരാരാ? എന്താ? കോഴിൻ്റെ ജീവനല്ല, പോത്തിൻ്റെ ജീവൻ മാത്രമേ ജീവനുള്ളൂ സുഹൃത്തുക്കളെ. ഒരു ദിവസം ഒരു വിവാഹത്തിന് വേണ്ടി 1000, 2000, 3000 ഒക്കെ ആരാ? എന്താ ഈ പറയുന്ന സുഹൃത്തുക്കളെ? ഇതൊക്കെ യുക്തിയാണെന്ന് വിശ്വസിക്കുന്നതിന് അടിസ്ഥാനം. അതിന് പകരം വീടുണ്ടാക്കി കൊടുത്താൽ മതി, മനസ്സിലെ ആളുകൾക്ക് രോഗികളെ സഹായിച്ചാൽ മതി. ഏത്? ഉലുഹിയത്ത് ഇറക്കുന്നതിന് പകരം. ഇതൊക്കെ ഗവേഷണമാണ്. ഞാൻ പറഞ്ഞ 1400 കൊല്ലമായി ഉലുഹിയത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ബലി പെരുന്നാൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മുത്തവാത്തിറായിട്ട് ജനങ്ങൾ അമലായിട്ട് പ്രവർത്തനത്തിലൂടെ ആളുകൾ ഈ കാലം വരെ ചെയ്തു വന്ന കാര്യങ്ങളാണ്. പിന്നെ ഖബറിൽ ശിക്ഷയില്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, അന്നാറു യൂറലൂന അലൈഹ. ഫിറഔനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കുന്നു. ഫിറഔന് ഇപ്പോൾ രാവിലെയും വൈകുന്നേരം നരകം എവിടുന്ന് കാണിച്ചു കൊടുക്കണം സുഹൃത്തുക്കളെ? ഖബറെന്നല്ലാതെ വേറെ എവിടുന്ന് കാണിച്ചു കൊടുക്കണം? വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയങ്ങൾ ഖുർആനും തന്നെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് പലിശ കുഴപ്പമില്ല, അതൊക്കെ ഖുതുബയാണ്. ഖുതുബ എന്ന പേരിൽ ജനങ്ങളോട് പറയാണ് പലിശ കുഴപ്പമില്ല. അപ്പോൾ ഒരു പക്ഷേ എന്തിനാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഇതൊക്കെ മതി,
അടിസ്ഥാനപരമായി ബോധ്യമില്ലാത്ത ആളുകൾക്ക് തശ്വീഷാകാനും ഒരു നിസ്കാരം നിർത്താനും ആശയക്കുഴപ്പം ഉണ്ടാകാനും. കാരണം ഇതൊക്കെ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ആധികാരിക ആളുകൾ എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. പിൽക്കാലത്ത് നയങ്ങൾ മാറി, നിലപാടുകൾ മാറി, അവരിപ്പോഴും ആ നിലപാടിലാണെന്ന് വിചാരിച്ച് ജനങ്ങൾ ഒരുപക്ഷെ അവിടെ വാക്കുകൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥകളുണ്ടാവുന്നില്ല. ഇപ്പം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തോന്നിയ പോലെ വിശദീകരിച്ച്, തോന്നിയ പോലെ വ്യാഖ്യാനിച്ച്, ഗവേഷണമെന്ന് പറഞ്ഞ്, പഠനമെന്ന് പറഞ്ഞ് ആളുകളുടെ ഈമാനിനെ, ആളുകളുടെ വിശ്വാസത്തെ കുഫറിലേക്ക് കൊണ്ടുപോകുന്നത് എത്രമാത്രം ഗൗരവപരമായ തെറ്റാണ് സുഹൃത്തുക്കളെ. ഇസ്ലാമെന്ന് പുറത്തു പോയാലും നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. വമൻ യർതദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ. ഇസ്ലാമെന്ന് ആരെങ്കിലും അത് ഉപേക്ഷിച്ചു പോയാൽ അവൻ കാഫിറായി മരിക്കുകയും ചെയ്താൽ ഫഉലൈക ഹബിതത് അഅമാലു. അവിടെ പ്രവർത്തനങ്ങൾ മുമ്പെന്തേലും ചെയ്തുകൊണ്ട് കാര്യമില്ല, ആ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഫിദ്ദുനിയ വൽ ആഖിറ. വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലു. വിശ്വാസത്തിൽ ആരെങ്കിലും അവിശ്വാസം കാണിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ശിർക്ക് വെച്ചാൽ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലു. നീ തന്നെ ശിർക്ക് ചെയ്താലും പ്രവാചകരെ നിന്റെ അമലുകളെല്ലാം വെറുതെയായി പോകും. സുഹൃത്തുക്കളെ, ഒരു ശരിയായ മുസ്ലിമായി, ഒരു നല്ല വിശ്വാസിയായി നമ്മൾ ജീവിച്ചാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. എല്ലാ നേട്ടങ്ങളും നല്ലൊരു മുസ്ലിമായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് നേടാൻ പറ്റും, ദുനിയാവിലും ആഖിറത്തും. എന്തിനാണ് ഏറ്റവും ഭയാനകമായ ഒരു നരകത്തെ, നിസ്സാരമായ സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും മരണമില്ലാത്തൊരു നരകത്തെ ഏറ്റുവാങ്ങുന്നത് എന്തിനാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാനും എല്ലാ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയും. അപ്പോൾ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലല്ലേ, ശരിയായ മാർഗത്തിലല്ലേ നമ്മളുള്ളത്? അത് നിലനിർത്തി തരാൻ അള്ളാഹുവോട് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. വഹ്ദിനി, എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ നമ്മൾ പറയും. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾക്ക് തന്നിട്ട് പിന്നെ ഈമാനിനെ നീ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ആ ഈമാൻ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ എടുത്തു കളയരുത്. അൻതൽ വഹാബ്, അത്യധികമായി നൽകുന്നവന് ഈ ഹിദായത്ത് നിലനിർത്തുന്നതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബന അലാ ദീനിക. അല്ലാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകമായി പറഞ്ഞിട്ട്, അള്ളാഹുവിൻ്റെ ദീൻ അടിസ്ഥാനപരമായി ആധികാരികമായി പഠിക്കുവാൻ, നമ്മുടെ വിശ്വാസങ്ങളിൽ അണുകിട വ്യത്യാസമില്ലാതെ ശരിയായ ഇസ്ലാമിക നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും തസ്വീഷുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ മനസ്സുകളെ മോചിപ്പിക്കുമാറാവട്ടെ. തെളിമയാർന്ന ഈമാനോടുകൂടെ, ദൃഢമായ വിശ്വാസത്തോടു കൂടെ അള്ളാഹുവിൽ കെലിമ ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ വരികയും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന ചില സഹോദരന്മാരെല്ലാം വളരെ മാരകമായ അസുഖത്തിൻ്റെയും ഒക്കെ പരീക്ഷണങ്ങളിലാണുള്ളത്. അള്ളാഹു ഇവിടെ എല്ലാവരുടെയും അള്ളാഹു എവിടെ രോഗങ്ങളെ നിശിഫയാക്കി കൊടുക്കണം റഹ്മാൻ. അവർക്ക് ആശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ.